ഇന്ന് പരിപാവനമായ റമദാൻ മാസത്തിൻ്റെ 4ാമത്തെയും അവസാനത്തെയും വെള്ളിയാഴ്ച ദിനമാണ്. ഇന്ന് പള്ളിയിൽ പോകുന്ന ഓരോ ഉപ്പമാരും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉമ്മമാർ, ഉസ്താദെ ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പറ്റൂല, വേണ്ട, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഇന്ന് എന്തൊക്കെ ഇബാദത്ത് ചെയ്യണമെന്ന് വിശദമായി നമ്മൾ പറയുന്നതോടൊപ്പം ഇന്ന് പള്ളികളിലെല്ലാം ഉസ്താദുമാർ ഖുതുബ നിർവഹിക്കുമ്പോൾ വിശുദ്ധമായ റമദാനിനെ ഒന്ന് സലാം പറഞ്ഞ് യാത്രയാക്കുന്ന ഒരു രംഗമുണ്ട്. അത് വല്ലാത്തൊരു രംഗമാണ്. എങ്ങനെയാണ് ഉസ്താദുമാർ ഖുതുബയിൽ ഈ വിശുദ്ധമായ റമദാനിനെ സലാം പറഞ്ഞ് യാത്രയാക്കുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. എങ്ങനെയാണ് സലാം പറയുന്നത്, എങ്ങനെയാണ് സലാം പറയേണ്ടത്? ഉസ്താദെ ഞങ്ങൾക്കും സലാം പറയാൻ പറ്റുമെന്ന് ഉമ്മമാർ ചോദിച്ചു. നിങ്ങൾക്കും പറയാം സലാം. എങ്ങനെയാണ്? ഈ റമദാൻ തീരാൻ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, ഈ വെള്ളിയാഴ്ച എന്തിനാണ് ഇങ്ങനെ റമദാനിനെ സലാം പറഞ്ഞ് യാത്രയാക്കുന്നത്? അതിൻ്റെ പിറകിലുള്ള രഹസ്യം എന്താണ്? അതും നമുക്ക് പറയാം. കൂടാതെ നാളെ പരിപാവനമായ 27ാം രാവാണ്. 27ാം രാവിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ദിക്റുകൾ പറയണം, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തത് ഏതൊക്കെ, എല്ലാം വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അല്ലാഹു തആല ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഇന്നത്തെ ജുമുഅ ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാ അമലും അല്ലാഹു കബൂലാക്കട്ടെ. ആമീൻ. വീഡിയോ കാണണേ മുഴുവനായും. അതോടൊപ്പം തന്നെ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കാൻ മറന്നു പോവണ്ട. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാഭാരതിയായി പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധമായ റമദാനിൻ്റെ അതിശ്രേഷ്ഠമായ രാവുകളിലും പകലുകളിലും നമ്മൾ ചെയ്യുന്ന എല്ലാ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ അമലുകളും, എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മളെല്ലാവരും ഉള്ളത് 25ാം നോമ്പിലാണ്, അഥവാ 26ാം രാവിലാണ്. മാത്രമല്ല വിശുദ്ധമായ റമദാനിൻ്റെ ഈ 2024 റമദാൻ, ഈ റമദാനിന് നമുക്ക് 4 വെള്ളിയാഴ്ചകളാണ് കിട്ടിയിട്ടുള്ളത്. ആ 4ാമത്തെ വെള്ളിയാഴ്ച, റമദാനിലെ അവസാനത്തേതും അതുപോലെ തന്നെ 4ാമത്തേതുമായ വെള്ളിയാഴ്ച ദിനത്തിലാണ്, പകലിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് ലോകത്തെവിടെയെല്ലാം മുസ്ലിമീങ്ങളുണ്ടോ ആ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുള്ള എല്ലാ സ്ഥലത്തും ഏതൊക്കെ ജുമുഅ മസ്ജിദുകളുണ്ടോ ആ മസ്ജിദുകളെല്ലാം തിങ്ങി നിറയുന്ന ഒരു ദിനമാണ്. പ്രത്യേകിച്ച് ഹറം പള്ളി, മക്കയിലെ പള്ളി, മദീനത്തെ പള്ളി ഒക്കെ നമ്മുടെ പരിസരത്തുള്ള പള്ളികളിലെല്ലാം ആളുകൾ ഇങ്ങനെ തിങ്ങി നിറയുന്ന കാരണം വിശുദ്ധമായ റമദാൻ നമുക്കൊരു അതിഥിയായി കടന്നു വന്ന് നമ്മളിൽ ഒരുപാട്, നമ്മൾ ഉറങ്ങുമ്പോഴും റമദാൻ നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ ഉണരുമ്പോഴും കൂടെയുണ്ട്, നമ്മൾ പകൽ നോമ്പ് പിടിച്ച് ഒരുപാട് ദാഹിച്ച സമയത്തും റമദാൻ നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ നോമ്പ് തുറന്ന സമയത്തും റമദാൻ നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ നിസ്കരിച്ച സമയത്ത് റമദാൻ നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും റമദാൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കൂട്ടുകാരനായ, നമ്മുടെ ആത്മസുഹൃത്തായ, എപ്പോഴും നമ്മുടെ കൂടെ നിഴൽ പോലെ ഉണ്ടായിരുന്ന ഈ വിശുദ്ധമായ റമദാൻ അത് പോകുകയാണ്, റമദാൻ വിട പറയുകയാണ് എന്നതിനുള്ള വലിയ ഒരു അടയാളം നമ്മളിലേക്ക് തരുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ വെള്ളിയാഴ്ച. ഞാനിത് പറയാനുള്ള കാരണം, ഇന്ന് എവിടെയെല്ലാം പള്ളികളുണ്ടോ ആ പള്ളികളിൽ എവിടെയെല്ലാം ഖുതുബ നടക്കുന്നുണ്ടോ ആ ഖുതുബകളിൽ ഖുതുബ ഓതുന്ന ഓരോ ഉസ്താദുമാരും കണ്ടമിടറി, അവരുടെ മാത്രമല്ല ആ ഉസ്താദുമാരെ ശ്രവിക്കാൻ വന്ന, ഖുതുബ കേൾക്കാൻ വന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിശ്വാസികൾ അവരൊക്കെ തേങ്ങി തേങ്ങി കരയുന്ന ഒരു ദിനമാണ് ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിനം. റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമായ, ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിനമാണ്. ഞാനിതിങ്ങനെ പറയുന്നത് നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് പുരുഷന്മാരായ ആളുകൾ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ ഉപ്പമാർക്കും ഇത് നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടാവാം, നിങ്ങൾ അനുഭവിച്ചവരാണ്. എന്നാൽ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, അവർക്കിതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താണ് ഉസ്താദെ ഈ കണ്ണീരിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ, എന്താണ് കരച്ചിലിൻ്റെ കാര്യം എന്തോ പറയുന്നുണ്ടല്ലോ? ഉമ്മമാരെ, നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഒന്ന് അറിയിച്ചു തരാം. അറിയുന്നവരാണെങ്കിൽ ഒന്നുകൂടി അറിവ് വർദ്ധിക്കട്ടെ. ഈ പരിശുദ്ധമായ ഈ റമദാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച
എല്ലാ പള്ളി മിമ്പറുകളിൽ നിന്നും ഉസ്താദുമാര് ഈ റമദാനിനെ സലാം പറഞ്ഞ് യാത്രയാക്കുകയാണ്. ഈ ഇത്രയും ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന റമദാൻ, ആ റമദാൻ നമ്മളോട് വിട പറയാൻ ഒരുങ്ങുകയാണ്. അടുത്ത വെള്ളിയാഴ്ച റമദാൻ നമ്മുടെ കൂടെ ഇല്ല. അതായത് ഈ വരുന്ന ചൊവ്വാഴ്ച മഗ്രിബോട് കൂടി നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ ബുധനാഴ്ച ശവ്വാൽ 1 പെരുന്നാളാണ്. ഇനി ചൊവ്വാഴ്ച മഗ്രിബോട് കൂടി നിലാവ് കണ്ടില്ല എങ്കിൽ ആ ബുധനാഴ്ച റമദാൻ 30 പൂർത്തിയാക്കി വ്യാഴാഴ്ചയായിരിക്കും നമുക്ക് ചെറിയ പെരുന്നാൾ അഥവാ ശവ്വാൽ 1. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ശവ്വാലിലാണ്. ഇനി ഒരു വെള്ളിയാഴ്ച നമുക്ക് റമദാനിലില്ല. അപ്പോൾ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഇനി വരുന്നത് അടുത്ത വർഷം റമദാനാണ്. കഴിഞ്ഞ വർഷം നമ്മളോട് സലാം പറഞ്ഞു പോയ റമദാൻ നമ്മളിലേക്ക് ഈ വർഷം വന്നു. അൽഹംദുലില്ലാ, നമ്മൾ ചെയ്ത ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കട്ടെ. പക്ഷേ ഈ റമദാൻ വരുന്നതിന് മുമ്പേ നമ്മുടെ കുടുംബാദികളിൽ നിന്നും എത്രയോ ആളുകളാണ് വിട പറഞ്ഞു പോയത്. ഇനി നമ്മളോട് സലാം പറഞ്ഞു പോകുന്ന ഈ റമദാൻ അടുത്ത വർഷം നമ്മളിലേക്ക് വരുമോ? ഈ റമദാൻ വരുമ്പോൾ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. എത്രയോ ആളുകളാണ് ആരോഗ്യവാന്മാരായിരുന്നിട്ട് പരിശുദ്ധമായ റമദാൻ വരുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോകുന്നത്, റമദാനിൽ മരണപ്പെട്ടു പോകുന്നത്. റബ്ബേ, ഞങ്ങൾക്കറിയില്ല അടുത്ത റമദാനിൽ ഞങ്ങൾ ഉണ്ടാകുമോ എന്ന്. റഹ്മാനെ, ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഇനിയും ജീവിതത്തിൽ ഒരുപാട് റമദാനുകളെ സ്വീകരിക്കുവാനും അതിനൊക്കെ പ്രയോജനപ്പെടുത്താനും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ചയുടെ മഹത്വം ശ്രേഷ്ഠതയൊക്കെ ഞാൻ ഇനി പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. എൻ്റെ ഉപ്പമാരെ, ഈ അവസാനത്തെ വെള്ളിയാഴ്ച നിങ്ങളൊരു കാര്യം ചെയ്യണം. ഞാൻ പറയട്ടെ, ആദ്യമായി ജുമാക്ക് നേരത്തെ നിങ്ങൾ പള്ളിയിലേക്ക് പോകണം. ജുമാക്ക് വേണ്ടി നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച, ഈ റമദാനിൻ്റെ ഈ അവസാനത്തെ വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന ആ ഒരു നിയ്യത്തിൽ നിങ്ങൾ കുളിക്കണം. നിങ്ങൾ നല്ല വസ്ത്രം ധരിച്ച് നിങ്ങൾ എങ്ങോട്ട് പോകണം? പള്ളിയിലേക്ക് നേരത്തെ പോകണം. അവിടെ പോയി പള്ളിയിൽ നല്ലതുപോലെ റാഹത്തായി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് അവിടെ ഇരുന്ന് വിശുദ്ധമായ ഖുർആൻ ഓതണം. നിങ്ങൾ സൂറത്തുൽ കഹഫ് ഓതണം. ആ സൂറത്തുൽ കഹഫ് ഓതിക്കഴിഞ്ഞാൽ പരമാവധി സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ സ്വലാത്തുകൾ പറയണം. അപ്പോഴേക്കും നിങ്ങളുടെ ജുമായുടെ ബാങ്ക് വിളി കേൾക്കും. ആ ജുമാ ബാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് ആ ബാങ്ക് വിളിച്ചതിന് ശേഷം അതിൻ്റെ ഇജാബത്ത് കൊടുത്ത് വീണ്ടും നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കണം. ആ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് പല പള്ളികളിലും പല രൂപത്തിലാണ്. ചിലപ്പോൾ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് അവിടുത്തെ ഖത്തീബ് ഉസ്താദിൻ്റെ ചില ഉപദേശങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ ഖുതുബ കഴിഞ്ഞിട്ടായിരിക്കാം ഉപദേശം ഉണ്ടാവുക, നസീഹത്ത് ഉണ്ടാവുക. എന്തുമാവട്ടെ, ആ സമയത്ത് ഖുതുബയിൽ ആ ഒരു നസീഹത്തിൽ ആ ഉസ്താദ് പരിശുദ്ധമായ റമദാൻ വിട പറയുകയാണെന്നുള്ള ഒരു ആഹ്വാനം നമുക്ക് തരും. എന്നിട്ട് ആ ഖുതുബക്ക്, അതായത് ആ മആശറ വിളിയുണ്ടല്ലോ, മുഅദ്ദിൻ ഉസ്താദിൻ്റെ മആശറ വിളിക്ക് ശേഷം ഖത്തീബ് ഉസ്താദ് മിമ്പറിലേക്ക് കയറും. എന്നിട്ട് ആ ഒരു മിമ്പറിൽ നിന്നിട്ട് ആ ഉസ്താദ് വിശുദ്ധമായ റമദാനിനെ പറ്റി നമ്മളോട് പറയും. റമദാൻ മാസം എപ്പോഴാണ് നമ്മളിലേക്ക് വന്നതെന്നും ആ റമദാനിൻ്റെ ശ്രേഷ്ഠത എന്താണെന്നും റമദാൻ നമ്മളോട് വിട പറഞ്ഞു പോവുകയാണെന്നും അറബിയിലായിരിക്കും പറയുക. പക്ഷെ അതൊന്ന് കേട്ടിരിക്കാൻ മനക്കരുത്തുള്ളവർക്കേ പറ്റൂ. കാരണം ആ റമദാനെ പറ്റി പറഞ്ഞതിന് ശേഷം റമദാനിന് വിട പറയുന്ന ഒരു സലാം പറച്ചിലുണ്ട്. മനസ്സിൽ അല്പമെങ്കിലും ഈമാനുള്ള ഒരു മനുഷ്യൻ ആ ഒരു സമയത്ത് അത് കേട്ട് കരയാതിരിക്കില്ല. കാരണം അത്രമാത്രം കണ്ടമിടറിയാണ് ഓരോ ഉസ്താദുമാരും ആ റമദാനിനെ സലാം പറഞ്ഞ് യാത്രയാക്കുക. ഉമ്മമാരോട് പറയട്ടെ, ഈ ഒരു സമയത്ത് ഉമ്മമാരെ ചേർത്ത് വെക്കുകയാണ്. ഉമ്മമാരെ, നിങ്ങളും ഇന്നത്തെ ദിവസം നേരത്തെ നിങ്ങളൊന്ന് വുളു എടുത്തിട്ട് നേരത്തെ തന്നെ നിങ്ങളുടെ നിസ്കാരപ്പായിലേക്ക് പോകണം. ബാങ്ക് വിളിക്കാൻ കാത്തു നിൽക്കണ്ട, നേരത്തെ നിസ്കാരപ്പായിലേക്ക് പോവുക. അവിടെ ഇരുന്നിട്ട് സൂറത്തുൽ കഹഫ് ഓതുക. എന്നിട്ട് നിങ്ങൾ നല്ലതുപോലെ ളുഹർ നമസ്കാരത്തിന് മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ളുഹർ നിസ്കാരം നിസ്കരിക്കുക. ശേഷം 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. നല്ലതുപോലെ ദുആരക്കുക. പള്ളിയുടെ പരിസരത്ത് വീട്ടിലുള്ള ഉമ്മമാരാണെങ്കിൽ നിങ്ങൾക്ക് ആ പള്ളിയിൽ നിന്നും ആ ഖുതുബ കേൾക്കാൻ പറ്റും. എല്ലാ ഉസ്താദുമാരും പറയുന്ന അവസാനത്തെ റമദാനിൽ ആ വിശുദ്ധമായ റമദാനിനെ പറ്റി പറയുന്നൊരു വാക്കുണ്ട്, ഷഹ്റുൽ അഫ്വി വൽ ഗുഫ്റാൻ. ഈ പരിശുദ്ധമായ റമദാൻ അത് ഗുഫ്റാൻ, അത് പൊറുക്കലിൻ്റെ മാസമാണ്. അത് അഫുവിൻ്റെ മാപ്പിൻ്റെ മാസമാണ്. വശഹുറുർ റഹ്മത്തി വറിദ്വാൻ, റഹ്മത്തിൻ്റെ മാസമാണ് റമദാൻ. റിദ്വാൻ, അല്ലാഹുവിൻ്റെ തൃപ്തിയുടെ മാസമാണ് റമദാൻ. വശഹുറുൽ ബറകതി വൽ ഇഹ്സാൻ, നന്മയുടെ മാസമാണ് റമദാൻ. ബറക്കത്തിൻ്റെ മാസമാണ് റമദാൻ. നമ്മൾ ആദ്യത്തെ റമദാനിൻ്റെ ആദ്യത്തെ 10 നമ്മൾ റഹ്മത്തിനെ ചോദിച്ചവരാണ്. 2ാമത്തെ 10 നമ്മൾ മഗ്ഫിറത്തിനെ ചോദിച്ചവരാണ്. 3ാമത്തെ 10 നമ്മൾ നരകമോചനവും സ്വർഗപ്രവേശനവും അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള മാപ്പിനെ ചോദിച്ചവരാണ്.
എന്നിട്ടാ ഉസ്താദ് പറയും, എന്താ പറയുന്നത്? അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ. ഒരുപാട് നാള് പ്രവാസം കഴിഞ്ഞ് നാട്ടിലേക്ക് വന്ന് ഒരു 3-4 മാസം അതാ ലീവിന് വന്നിട്ട് വീണ്ടും അതാ മകൻ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് ഉമ്മാനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പോകുന്ന ആ ഒരു സന്ദർഭമുണ്ടല്ലോ. വാപ്പാനെ കെട്ടിപ്പിടിച്ചിട്ട് അല്ലെങ്കിൽ ഭാര്യയെ മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് ആ പ്രവാസിയായ ആള് ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് എത്രമാത്രം സങ്കടമാണ്, എത്രമാത്രം വിഷമമാണ്, എത്രമാത്രം ദുഃഖമാണ്. ഇതുപോലെ നമ്മളിലേക്ക് നമ്മുടെ കൂട്ടുകാരനായി അതിഥിയായി കടന്നു വന്ന റമളാൻ, ആ റമളാൻ 30 ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിട്ട് നമ്മളോട് അവസാനം വിട പറഞ്ഞു പോകുന്ന ആ ഒരു സന്ദർഭത്തെയാണ് ആ ഖതീബ് ആ ഖുതുബയിലൂടെ പറയുന്നത്. അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ. എൻ്റെ ഊണിലും ഉറക്കത്തിലും എൻ്റെ രാവിലും പകലിലും എൻ്റെ കൂടെയുണ്ടായ റമളാനേ, നിനക്ക് സലാമുണ്ട്, നിനക്ക് സലാമുണ്ട്. അസ്സലാമു അലൈക യാ ശഹ്റ റഹ്മതി വർ-റിളവാൻ. ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ലോകത്തുള്ള മുഴുവൻ പള്ളികളുടെ മിമ്പറുകളിൽ നിന്നും ഈ സലാം നിങ്ങൾക്ക് കേൾക്കാം. ഓ റമളാനേ, ഓ റമളാനേ, നിനക്ക് സലാം, നിനക്ക് അല്ലാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ, നിനക്ക് അല്ലാഹുവിൻ്റെ സമാധാനം ഉണ്ടാവട്ടെ. എങ്ങനെയുള്ള റമളാനാണ്? യാ ശഹ്റ റഹ്മതി വർ-റിളവാൻ. റഹ്മത്തിൻ്റെ 10 ദിനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ റമളാനേ, റിളവാൻ അല്ലാഹുവിൻ്റെ തൃപ്തി ഞങ്ങൾക്ക് നൽകിയ റമളാനേ, നിനക്ക് അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ. വീണ്ടും പറയുന്നു, അസ്സലാമു അലൈക യാ ശഹ്റൽ അഫ്വി വൽ ഗുഫ്റാൻ. അല്ലാഹുവേ, എത്രയോ പാപികളായ ആളുകൾക്കാണ് ഈ റമളാൻ അത് താങ്ങും തണലുമായി മാറിയത്. എത്രയോ അബദ്ധങ്ങൾ ചെയ്ത ആളുകൾ അവർ പൊട്ടിക്കരഞ്ഞിട്ട് ദുആ ചെയ്തപ്പോ ഈ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ പാപങ്ങളൊക്കെ വിട്ടുപുറത്തു മാപ്പാക്കി കൊടുത്തല്ലോ. അതുകൊണ്ട് അഫുവിന്റെ മാസമാകുന്ന റമളാനേ, ഗുഫ്റാനിന്റെ മാസമാകുന്ന റമളാനേ, നിനക്ക് അല്ലാഹുവിന്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ. വീണ്ടും പറയുന്നു, അസ്സലാമു അലൈക യാ ശഹ്റർ റഹ്മതി വൽ ഗുഫ്റാൻ. അസ്സലാമു അലൈക യാ ശഹ്റൽ ഖൈറാതി വതിലാവതിൽ ഖുർആൻ. 11 മാസവും നമ്മൾ ഖുർആൻ തൊട്ടിട്ടില്ലല്ലോ, നമ്മൾ ഓതിയിട്ടില്ലല്ലോ. ജോലി തിരക്ക് കാരണം നമ്മൾ പലപ്പോഴും ഖുർആനിനെ അവഗണിച്ചവരാ. എന്നാൽ ഈ വിശുദ്ധമായ റമളാൻ വന്നപ്പോൾ ആ പരിശുദ്ധമായ റമളാൻ നമ്മുടെ കൈകൊണ്ട് നമ്മൾ എടുത്തവരല്ലേ, ആ ഖുർആനിൽ നമ്മൾ ചുംബിച്ചവരല്ലേ, ആ ഖുർആൻ നമ്മൾ ഓതിയവരല്ലേ. 1, 2, 3, 4 ഒക്കെ ഖത്മുകൾ തീർത്ത എത്രയോ മുഅ്മിനീങ്ങളാണ് ഈ സദസ്സ് കേൾക്കുന്നത്. അല്ലാഹുവേ, ആ റമളാൻ കാരണമാണല്ലോ ഞങ്ങൾക്ക് ഖുർആൻ ഇറക്കി കിട്ടിയത്. ആ റമളാൻ കാരണമാണല്ലോ ഞങ്ങൾക്ക് ഖുർആൻ ഓതാൻ പറ്റിയത്. എത്രയോ തറാവീഹ് നിസ്കാരത്തിലാണ് വിശുദ്ധമായ ഖുർആനിന്റെ ഓരോരോ സൂറത്തുകളും ആയത്തുകളും ഞങ്ങളിങ്ങനെ ആവർത്തിച്ച് കേട്ടത്. അങ്ങനെ ബറക്കത്തിന്റെ മാസമാകുന്ന റമളാനേ, അതുപോലെ ഖുർആനോത്തിന്റെ മാസമാകുന്ന റമളാനേ, നീ ഞങ്ങളോട് വിട പറയുകയാണല്ലോ. സലാം നിനക്കുണ്ടാവട്ടെ, അല്ലാഹുവിന്റെ ഗുണവും രക്ഷയും നിനക്കുണ്ടാവട്ടെ. വീണ്ടും പറയുന്നു, അസ്സലാമു അലൈക യാ സ്വദഖതി വസ്സിയാം. നോമ്പിന്റെ മാസമാകുന്ന റമളാൻ 11 മാസവും ഞങ്ങൾ നോമ്പെടുത്തിട്ടില്ല, പക്ഷേ ഈ ഒരു മാസം ഞങ്ങൾ തുടർച്ചയായി നോമ്പനുഷ്ഠിച്ചവരാ. റമളാനെ ആ നോമ്പെടുക്കാനുള്ള കാരണം നീയാണ്. പിന്നെയോ ഞങ്ങൾ ഒരുപാട് സ്വതക്കകൾ കൊടുത്തു, ഹദിയകൾ കൊടുത്തു, സമ്മാനങ്ങൾ കൊടുത്തു, മറ്റുള്ളവരെ സഹായിച്ചു, റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തി. അതിനെല്ലാം കാരണക്കാരനാകുന്ന റമളാനെ നീ ഞങ്ങളോട് വിട പറഞ്ഞു പോവുകയാണല്ലോ. നിനക്ക് അല്ലാഹുവിന്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ. വീണ്ടും പറയുന്നു, അസ്സലാമു അലൈക യാ ശഹ്റൽ ബറകതി വൽ ഇഹ്സാൻ. അസ്സലാമു അലൈക യാ ശഹ്റൻ നൂരി വൽ മസാബീഹ്.
അസ്സലാമു അലൈക യാ ശഹ്റസ് സുറൂരി വത്തറാവീഹ്. റമളാൻ നമ്മളിലേക്ക് വരാൻ വേണ്ടി നമ്മൾ റജബ് മുതലേ ദുആ ചെയ്തവരല്ലേ? അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നവരാ. അങ്ങനെ ദുആ ചെയ്ത് പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് എത്തിയില്ലേ? എന്നിട്ടോ സന്തോഷത്തോടുകൂടി ആ റമളാനിന്റെ ആദ്യത്തെ രാവിൽ തന്നെ നമ്മൾ തറാവീഹ് നിസ്കരിച്ചവരല്ലേ? നമ്മൾ നോമ്പിന് വേണ്ടി നിയ്യത്ത് വെച്ചവരല്ലേ? നമ്മൾ നോമ്പ് പിടിച്ചവരല്ലേ? ആ റമളാനിൽ എത്രയെത്രയോ സൽക്കർമ്മങ്ങളാണ് നമ്മൾ ചെയ്തത്, എത്രയെത്രയോ ദിവസമാണ് നമ്മൾ തറാവീഹ് നമസ്കരിച്ചത്. ഇനി ഈ റമളാൻ കഴിഞ്ഞാ നമുക്ക് പിന്നെ തറാവീഹ് നിസ്കാരമില്ലല്ലോ. നമുക്ക് പിന്നെ തറാവീഹ് നിസ്കരിക്കണമെങ്കിൽ അടുത്ത വർഷം റമളാനിൽ നമ്മൾ ജീവിച്ചിരിക്കണമല്ലോ. അതിന് നമ്മൾ ഉണ്ടാകോ എന്നറിയില്ല. അതുകൊണ്ട് ആ തറാവീഹിനോട് നമ്മൾ സലാം പറയുകയാണ്. അസ്സലാമു അലൈക യാ ശഹ്റസ് സുറൂരി വത്തറാവീഹ്. ഇന്നത്തെ ഈ ഖുതുബയിൽ, ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസം, ഇന്ന് എല്ലാ ഉസ്താദുമാരും ഖതീബുമാരും മിമ്പറിൽ നിന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ ഒരു സലാം പറയുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങൾക്കത് ഒരു പക്ഷേ കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് കേൾക്കാം. ഇതാണ് ആ ഉസ്താദുമാർ പറയുന്നത്, സലാം പറയുന്നത്. എന്നിട്ട് വീണ്ടും പറയുന്നു, അസ്സലാമു അലൈക യാ ശഹ്റൽ കുനൂസി വൽ മഫാതീഹ്. എല്ലാ നന്മയുടെയും വാതിലുകൾ തുറന്നു തന്ന റമളാനേ, ലൈലത്തുൽ ഖദ്ർ ഞങ്ങൾക്ക് നൽകിയ, അതുപോലെ തന്നെ ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർളിന്റെ കൂലി, ഒരു ഫർള് ചെയ്താൽ 70 ഫർളിന്റെ കൂലി ഞങ്ങൾക്ക് തന്ന റമളാനേ, നീ ഞങ്ങളോട് വിട പറഞ്ഞു പോവുകയാണല്ലോ. എന്നിട്ടോ ഫളഅഫകല്ലാഹു ഫീകൽ ഹസനാത്ത് വകഫറ ഫീക സയ്യിആത്ത് വമഹാ ഫീകൽ ഖതീആത്ത് വഖളാ ഫീക കസീറൽ ഹാജാത്ത്. റമളാനോട് പിന്നെ പറയുകയാണ്, റമളാനേ നീ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം വരൂ. അടുത്ത വർഷം വരുമ്പോൾ ഞങ്ങൾ ഉണ്ടാവോന്ന് ഞങ്ങൾക്കറിയില്ല. റബ്ബേ, ഈ റമളാനിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ സൽക്കർമ്മവും നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ എന്തെങ്കിലും അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ ഹാജത്തുകൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ വീട്ടി തരണേ അല്ലാ എന്നുള്ളൊരു ദുആയോടുകൂടി നമ്മൾ അങ്ങനെ സലാം പറച്ചിൽ താൽക്കാലികമായി നിർത്തുകയാ. ഈ സലാം പറച്ചിൽ കേട്ട് മലക്കുകൾ പോലും പൊട്ടിക്കരയുമെന്നാണ്. കാരണം ആ മലക്കുകൾക്കും ഇഷ്ടം വർഷം മുഴുവനും, കാലം മുഴുവനും ഈ ഭൂമിയിൽ റമളാൻ ആയിരുന്നെങ്കിലെന്ന് മനുഷ്യൻ ആഗ്രഹിച്ചില്ലെങ്കിലും മലക്കുകൾ ആഗ്രഹിക്കുമെന്നാണ്. പത്രമാത്രം ശ്രേഷ്ഠതയുള്ള ആ പുണ്യമായ റമളാൻ നമ്മളോട് വിട പറഞ്ഞു പോവുകയാ. ഈ പോകുന്ന റമളാൻ നമ്മളിലേക്ക് വരുമോന്നറിയില്ല, വന്നാൽ തന്നെ നമ്മൾ ഉണ്ടാകുമോ എന്നറിയില്ല. റമളാൻ ഏതായാലും വരും, റമളാൻ പിന്നെ പോവാതിരിക്കുന്നില്ല. അതിങ്ങനെ ഖിയാമത്ത് നാളുകൾ വരെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ആ റമളാനിനെ സ്വീകരിക്കാനും ഇനി ഒരു തറാവീഹ് നിസ്കരിക്കാനും, ഇനി റമളാനിൽ ഈ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ഇനി ഒരു വെള്ളിയാഴ്ച റമളാനിൽ നമ്മൾ ഉണ്ടാകുമോ, നമ്മൾ നോമ്പ് പിടിക്കാനുണ്ടാകുമോ, തറാവീഹ് നിസ്കരിക്കാനുണ്ടാകുമോ, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാനുണ്ടാകുമോ, ഒന്നും നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് മുഅ്മിനേ, ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. അതാ പുണ്യമായ 27-ാം രാവ് വരികയാ. പള്ളിയിലെ ഉസ്താദുമാർ കരയുന്നു, സലാം പറയുന്നു. ഇതൊക്കെ കാണുമ്പോൾ ചില ആളുകൾ ചോദിച്ചേക്കാം, ഉസ്താദെ ഇപ്പോൾ 27-ാം രാവ് കഴിഞ്ഞിട്ടില്ല, റമളാനിക്ക് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, അപ്പോൾ ഇപ്പോഴേ നമ്മൾ സലാം പറഞ്ഞു വിടണോ? നമ്മൾ റമളാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച നമ്മൾ ചെയ്യുന്ന പരിപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ, സ്വഹാബിമാരുടെ കാലം മുതലേ ആ റമളാനിനെ ഒരു യാത്രയയപ്പ് നടത്തുകയാണ്. അതെന്തിനു വേണ്ടിയാ? കാരണം ഇനി വിശ്വാസികൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന ഒരു വെള്ളിയാഴ്ച ദിനം റമളാനിൽ ഉണ്ടാവില്ല. കാരണം അവസാനത്തെ വെള്ളിയാഴ്ചയാണിന്ന്. മാത്രമല്ല നമ്മൾ ഇനിയുള്ള ദിവസം, അതായത് ഈ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടുള്ള തുച്ഛമായ ദിവസങ്ങൾ റമളാൻ വിട പറയുകയാണ്. അതുകൊണ്ട് ഈ ഒരു കരച്ചിൽ ഈ വെള്ളിയാഴ്ച മാത്രമല്ല ഇനിയുള്ള സമയങ്ങളിലും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇന്ന് വെള്ളിയാഴ്ച, ഇനി ഒരു വെള്ളിയാഴ്ച നമുക്ക് റമളാനിൽ ഈ വർഷം കിട്ടാനില്ല. നാളെ ശനിയാഴ്ച, ഇനി ഒരു ശനിയാഴ്ച നമുക്ക് കിട്ടാനില്ല. പിന്നെ നാളെ നമുക്ക് 27-ാം രാവാൻ, അടുത്ത വർഷം 27-ാം രാവാവണം. അതിന് നമ്മൾ ഉണ്ടാകുമോ എന്നറിയില്ല. പിന്നെ ഞായറാഴ്ച വരുന്നു, തിങ്കളാഴ്ച വരുന്നു, ചൊവ്വാഴ്ച വരുന്നു. ഇത് ഓരോ ദിവസം കഴിയും തോറും ഇതൊക്കെ ഈ വർഷത്തെ റമളാനിൻ്റെ അവസാനത്തെ ഓരോ ദിനങ്ങളുമാണ് ഇങ്ങനെ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇനിയുള്ള സമയത്ത് വളരെ ജാഗ്രതയോടെ
കരുതലോടുകൂടി വേണം വിശ്വാസികളായ ആളുകൾ മുന്നോട്ട് പോവാനെന്നുള്ള വലിയ ഒരു വാണിംഗ്, മുന്നറിയിപ്പ് കൂടിയാണ് ഈ വെള്ളിയാഴ്ച ദിവസം ഈ ഉസ്താദുമാർ ഈ റമളാനിനെ ഇങ്ങനെ സലാം പറഞ്ഞ് യാത്രയാക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങളിൽപ്പെട്ട ഒരു രഹസ്യം. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോട് ഉപ്പമാരോട് പറയട്ടെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ഇന്ന് അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കടക്കുന്നത് പരിപാവനമായ 27-ാം രാവിലേക്കാണ്. നാളെ മഗ്‌രിബോടുകൂടി 27-ാം രാവ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. റമളാനിൻ്റെ അതിശ്രേഷ്ഠമായി ഞാൻ പറഞ്ഞല്ലോ, 27-ാം രാവ് ആയിരിക്കാം ഒരു പക്ഷേ ലൈലത്തുൽ ഖദ്ർ, ഉറപ്പൊന്നുമില്ല. പക്ഷേ ആണ് എന്ന് കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും സജീവമാവാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ തന്നെ, കാരണം നാളെ 27-ാം രാവാണ്, ഇന്ന് മുതലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് ജുമാ നമസ്കാരം നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുന്നു. അതുപോലെ തന്നെ അസ്ർ നിസ്കാരം, മഗ്‌രിബ്, ഇശാ, നാളത്തെ സുബഹി, ഇതെല്ലാം ജമാഅത്താവണം. നാളെ ശനിയാഴ്ച സുബഹി, അതുപോലെ ദുഹർ, അസർ, മഗ്‌രിബ്, നാളത്തെ മഗ്‌രിബ് ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമ്മൾ ജമാഅത്തായിട്ടായിരിക്കും നിസ്കരിക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഈ നിസ്കാരങ്ങൾ നിങ്ങൾ ദുഹർ അസറും കൂടി ഒന്നിച്ചങ്ങോട്ട് നിസ്കരിക്കാൻ, അതായത് പരമാവധി പിന്തിപ്പിച്ച് ദുഹറിൻ്റെ സമയം അസർ ബാങ്ക് വിളിക്കുന്ന ഒരു 5 മിനിറ്റ് മുമ്പ് ഓടിപ്പോയി ഒളു എടുത്തിട്ട് ഒരൊറ്റ നിസ്കാരം ദുഹർ സലാം വീട്ടോടെ തന്നെ അസർ ബാങ്ക് വിളിച്ചു, അസർ നിസ്കരിച്ചു. അങ്ങനെ ആക്കരുതേ. റമളാനിലെങ്കിലും ഓരോ നിസ്കാരത്തിൻ്റെയും കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാപ്പമാർ പള്ളിയിലേക്ക് പോകുമ്പോൾ ഉമ്മമാർ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഓതുക, ഇസ്തിഗ്ഫാർ പറയും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ സലാം, ഇതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് പറയാം, അസ്സലാമു അലൈക്കും യാ റമളാൻ. റമളാനെ നമ്മളൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക. കുറേ സമയം വെറുതെ ഇരിക്കുക ഇങ്ങനെ നിസ്കാരപ്പായിൽ, എന്നിട്ടിരുന്നിങ്ങനെ വെറുതെ ചിന്തിക്കുക, ഇനി എൻ്റെ അടുത്ത വർഷം റമളാന് ഞാൻ ഉണ്ടാവുമോ, ഞാൻ ഖബറിലായിരിക്കുമോ, ഞാനിപ്പോൾ ഒരാളുടെ ഭാര്യയാണ്, ഞാനിപ്പോൾ മക്കളുടെ ഉമ്മയൊക്കെയാണ്, ഞാൻ ഒരാളുടെ സഹോദരിയാണ്, പക്ഷെ നാളെ ഞാൻ ഖബറിൽ മയ്യത്തായിട്ട് ഒറ്റക്ക് കിടക്കേണ്ട അവസ്ഥ വരുമ്പോൾ അള്ളാഹുവേ എൻ്റെ കൂടെ റമളാൻ കൂട്ടിനുണ്ടാവും. അതിനെന്ത് ചെയ്യണം? ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ ഇബാദത്തിലായി കഴിഞ്ഞുകൂടണം. നാളെ പരിശുദ്ധമായ 27-ാം രാവാൻ. അപ്പോൾ ജമാഅത്ത് നിസ്കാരങ്ങളുടെ കാര്യം കൃത്യമാക്കണേ. പിന്നെ അതുപോലൊപ്പം തന്നെ നാളത്തെ ഇശാ നമസ്കാരം എന്തായാലും നമ്മൾ ജമാഅത്ത് ഉണ്ടാകും. അത് കഴിഞ്ഞ് ഇശാഇൻ്റെ സുന്നത്ത് നിസ്കാരം, അത് കഴിഞ്ഞിട്ട് പിന്നെ തറാവീഹ്. 27-ാം രാവിലെ തറാവീഹ് എന്ന് പറഞ്ഞാൽ ആ 27-ാം രാവിലെ മഗ്‌രിബ്, അതുപോലെ തന്നെ ഇശാ നിസ്കാരം, തറാവീഹ് നിസ്കാരം, പിന്നീട് കടന്നു വരുന്ന സുബഹി നിസ്കാരം, ഈ 4 നിസ്കാരങ്ങളും ജമാഅത്തോടുകൂടി തന്നെ നമ്മൾ പള്ളിയിൽ പോയി പുരുഷന്മാർ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് നാളത്തെ 27-ാം രാവ് ഹയാത്താക്കിയ പ്രതിഫലം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പടച്ചോൻ തന്നിരിക്കും. തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ തന്നെ ഇഅ്തികാഫായിട്ടിരിക്കുന്നു. പിന്നെയോ നമ്മൾ ഒരുപാട് ദിക്റുകൾ, ഇപ്പോൾ പല പള്ളികളിലും ദിക്റിൻ്റെ മജ്‌ലിസ് ഉണ്ടാകും, അതുപോലെ സ്വലാത്തിൻ്റെ മജ്‌ലിസ് ഉണ്ടാകും. ഇപ്പോൾ ഉസ്താദെ നാളത്തെ രാത്രി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഉമ്മമാർക്ക് സംശയം ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വേറൊന്നുമില്ല, നിങ്ങൾ പരമാവധി നിസ്കാരമൊക്കെ കറക്റ്റ് സമയത്ത് നിസ്കരിക്കുക. അത് കഴിഞ്ഞിട്ട് വിശുദ്ധമായ ഖുർആൻ അറിയാവുന്ന സൂറത്തുകൾ ഓതുക. പിന്നെയോ തസ്ബീഹുകൾ ചൊല്ലുക. ഏത് തസ്ബീഹ് ചൊല്ലും? ഒരുപാട് തസ്ബീഹ് ഉണ്ടല്ലോ. നമ്മൾ സാധാരണ ചൊല്ലുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ, ആ ദിക്ർ പറയാം. പിന്നെയോ നമ്മൾ റമളാനിൽ ആദ്യം പറഞ്ഞ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, അതുപോലെ രണ്ടാമത്തെ പത്തിൽ പറഞ്ഞ അല്ലാഹുമ്മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, മൂന്നാമത്തെ പത്തിൽ നമ്മൾ പറയുന്ന അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, അതുപോലെ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ ദിക്റുകൾ നമുക്ക് പറയാം. പിന്നെ നമുക്ക് അറിയാവുന്ന ദിക്റും സ്വലാത്തും തസ്ബീഹും ഒക്കെ നിങ്ങളിങ്ങനെ ആവർത്തിക്കുക. അതോടൊപ്പം തന്നെ വിശുദ്ധമായ ഖുർആൻ ഓതാൻ മറന്നു പോവരുത്. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് അധികരിപ്പിക്കണം. അതോടൊപ്പം അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിൻ്റെ പേരുകൾ പറയുക. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്, യാ ഖുദ്ദൂസ് യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ മുഅ്മിനു യാ അല്ലാഹ്, യാ മുഹൈമിനു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്. അങ്ങനെ ഒരു ഇസ്മ തന്നെ 1, 2, 3 പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിങ്ങനെ പറയുക. എന്നിട്ട് നല്ലതുപോലെ ദുആ ചെയ്യുക. പടച്ചോനെ എൻ്റെ കാര്യം നീ സലാമത്താക്കണം, എൻ്റെ മക്കളുടെ കാര്യം, അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം. ഉപ്പമാർ തിരിച്ചും ദ്വാരക്കണം, ഭാര്യമാർക്ക് വേണ്ടി ദ്വാരക്കണം, ഉമ്മമാർ ഭർത്താക്കന്മാർക്ക് വേണ്ടി ദ്വാരക്കണം. അങ്ങനെ ദുആ അധികരിപ്പിക്കേണ്ട ഒരു രാവാണ് നാളത്തെ 27-ാം രാവ്. അതുപോലെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തസ്ബീഹ് നമസ്കാരം. ഇപ്പോൾ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ രൂപമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഇന്നലെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തസ്ബീഹ് നിസ്കാരം അധികരിപ്പിക്കുക. പിന്നെയോ അതുപോലെ തന്നെ തസ്ബീഹ് നിസ്കാരത്തോടൊപ്പം തന്നെ നമ്മൾ അധികരിപ്പിക്കേണ്ട മറ്റൊരു കാര്യമാണ് തൗബ.
തൗബ എങ്ങനെയാ? നല്ല മനസ്സോടുകൂടി ഇരുന്നിട്ട് പടച്ചോനെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി, ഞാൻ ഇനി ചെയ്യൂല അല്ലാ, ഞാൻ ഇനി ആ തെറ്റിലേക്ക് മടങ്ങൂല റബ്ബേ, എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരുപാട് ഇസ്തിഗ്ഫാർ പറഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം വഅതൂബു ഇലൈക്, അതുപോലെ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ അത് പറയുക. പിന്നെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഇസ്തിഗ്ഫാറും തൗബയുടെ വാക്കുകളൊക്കെ പറഞ്ഞിട്ട്, ഇപ്പോൾ ഉസ്താദെ തൗബ ഞങ്ങൾക്ക് നോക്കി പറയാമോ എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് തൗബ നിങ്ങൾക്ക് നോക്കി പറയാം. നാളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിൽ തൗബയുടെ മജ്ലിസ് ഉണ്ടാകും. തൗബ എങ്ങനെയാണെന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾക്കത് പറഞ്ഞാലും മതി. നല്ല ആത്മാർത്ഥതയോടുകൂടി തൗബ ചെയ്യുക. അത് കഴിഞ്ഞ് നല്ലതുപോലെ ദുആരക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ദുആ ചെയ്യുക. പിന്നെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങുക. ഉറങ്ങിയിട്ട് എഴുന്നേറ്റിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? തഹജ്ജുദ് നിസ്കരിക്കാൻ. പിന്നെ അതുപോലെ തന്നെ വിത്ർ നിസ്കാരം ആ സമയത്ത് നമുക്ക് നിസ്കരിക്കാം, ഖൈറാണ്. പിന്നെ അതുപോലെ തന്നെ അറിയാവുന്ന ദിക്റും സ്വലാത്തും തസ്ബീഹും ഖുർആൻ ഓത്തും ഒക്കെ ആയിട്ട് നിങ്ങൾ കഴിഞ്ഞുകൂടും. അതായത് മൊത്തത്തിലൊന്ന് ഹയാത്താക്കുക. മൊത്തവും ഉറക്കൊഴിച്ച് അങ്ങനെ ഇരിക്കണം അങ്ങനെയൊന്നും പറയുന്നില്ല. കാരണം കുറച്ച് ഉറങ്ങണം. മനുഷ്യനാണെങ്കിൽ പിറ്റേന്ന് രാവിലെ നമുക്കത് പ്രയാസമാകും. കുറച്ച് ഉറങ്ങാം. ഉറങ്ങി എഴുന്നേറ്റാലാണ് പിന്നെ തഹജ്ജുദ് നമുക്ക് നിസ്കരിക്കാൻ പറ്റുള്ളൂ. പിന്നെ തഹജ്ജുദ് നിസ്കരിച്ച് പിന്നെ വിത്ർ വേണമെങ്കിൽ നിസ്കരിച്ച് അത് കഴിഞ്ഞ് പിന്നെ അത്താഴമൊക്കെ കഴിച്ച് പിന്നെ സുബഹിയുടെ ബാങ്കിനെ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും. അതൊക്കെ ത്തൊരു സന്ദർഭമാണ്. സുബഹിയുടെ ബാങ്കിൽ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോൾ അതിന് ജവാബ് കൊടുത്ത് ശേഷം സുന്നത്ത് നിസ്കരിച്ച് അത് കഴിഞ്ഞ് സുബഹി നമസ്കരിച്ച് പിന്നെ ദിക്റും സ്വലാത്തൊക്കെ ഓതി പിന്നെ കുറച്ചെന്തെങ്കിലും ഖുർആനൊക്കെ ഓതിയിട്ട് പിന്നെ നമുക്കൊന്ന് വേണമെങ്കിൽ വിശ്രമിക്കാം, ഉറങ്ങാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രൂപത്തിലായിരിക്കണം ഇൻഷാ അല്ലാഹ് നാളത്തെ രാത്രി നമ്മൾ ഹയാത്താക്കേണ്ടത്. പിന്നെ മരണപ്പെട്ടു പോയ വാപ്പാക്കും ഉമ്മാക്കൊക്കെ വേണ്ടി നമ്മൾ ഉമ്മമാർ വീട്ടിലിരുന്ന് തന്നെ യാസീൻ ഓതുക, അവർക്ക് വേണ്ടി ദ്വാരക്കുക. ഉപ്പമാരെന്ത് ചെയ്യുക? നിങ്ങൾക്ക് പള്ളിയിൽ സിയാറത്തിന് പോവാം. ആ സമയത്ത് ഇന്ന് സിയാറത്ത് എന്ന് പറഞ്ഞ് ഇങ്ങനെ കറങ്ങി നടന്നിട്ട് പള്ളിയിൽ കയറാത്തൊരവസ്ഥ ഉണ്ടാവരുത്. അല്ലെങ്കിൽ നാളത്തെ അസർ കഴിഞ്ഞ് നാളെ ശനിയാഴ്ച അസറിന് ശേഷം തന്നെ സിയാറത്തും കാര്യങ്ങളൊക്കെ പോയി വെക്കുക. ആ കവറെങ്കിലും പോയിട്ട് അവർക്ക് സലാം പറയുക, യാസീൻ ഓതുക, ദുആരക്കുക. പിന്നെ രാത്രി നമ്മളിങ്ങനെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട കാര്യം അതില്ല. കാരണം ആ സമയത്ത് കൂടി നമ്മൾ പള്ളിയിൽ ഇത്തിക്കാഫിരുന്നാൽ അതിനാണ് പുണ്യം കൂടുതലുള്ളത്. അപ്പോൾ ശനിയാഴ്ച പകൽ തന്നെ ഈ സിയാറത്തും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിച്ചു വെച്ചാൽ അത് വലിയ ഖൈറാണ്. നാളെ ഇത്തിക്കാഫിലായിട്ട് പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടാൻ പ്രത്യേകം ഉപ്പമാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് മൂത്രമൊഴിച്ചിട്ട് പുറത്തു വരാം എന്നതല്ലാതെ പള്ളിയിൽ തന്നെ ഉറങ്ങുക. അപ്പോൾ അതിന് സൗകര്യമൊക്കെ ഉണ്ടാവില്ല. പായം തിരങ്ങനെയൊക്കെ ഇട്ട് പോയാൽ പള്ളിയിൽ തന്നെ നമുക്ക് ഉറങ്ങാം. ഇഅ്തികാഫിൻ്റെ നിയ്യത്ത് വെച്ച് കിടന്നാൽ അതിനും കൂലിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് നമ്മൾ പള്ളിയിൽ സംഭവിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ എന്തിനാണ് അങ്ങനെ ഉസ്താദുമാർ സങ്കടപ്പെട്ട് സലാം പറയുന്നതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാളെ 27-ാം രാവാണ്. അതിനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, നാളെ എന്തൊക്കെയാണ് പറയേണ്ടത് ചെയ്യേണ്ടത് അതും നമ്മൾ ഏകദേശം പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ പരമാവധി ചെയ്യുക. ബാക്കിയൊക്കെ അലല്ലാ, അള്ളാഹുവാണ് അതിൻ്റെയൊക്കെ പ്രതിഫലം തരുന്നത്. പടച്ച തമ്പുരാൻ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് എല്ലാവിധ ഖൈറും അള്ളാഹു തരട്ടെ. ലൈലത്തുൽ ഖദറിന്റെ പുണ്യം ഒട്ടും നഷ്ടപ്പെടാതെ മുഴുവനും കിട്ടുന്ന നല്ല ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ നമ്മളെല്ലാവരെയും അള്ളാഹു താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിലയേറിയ നിങ്ങളുടെ ഓരോരുത്തരുടെയും ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും പിന്നെ നമ്മുടെ ചാനലിൻ്റെ ഒരുപാട് അണിയറ പ്രവർത്തകരുണ്ട്, അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുആരക്കണം. നിങ്ങൾക്കൊക്കെ വേണ്ടി നമ്മളൊക്കെ ദുആരക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു താല നമ്മുടെ ഈ സ്നേഹബന്ധം നാളെ സ്വർഗ്ഗത്തിലും നിലനിർത്തി തരുമാറാവട്ടെ. ഈ വീഡിയോ നിങ്ങൾ കാണുക, നിങ്ങൾ മറ്റുള്ളവർ കൂടി ഇത് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും സഫലീകരിക്കട്ടെ. ആമീൻ. ഇന്നത്തെ വീഡിയോയുടെ എൻ്റെ സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ ഒരുപാട് പേർക്ക് അറിയാം, പക്ഷെ എന്നാലും സംശയം തീരാത്ത ഒരു സബ്ജക്റ്റാണ് തസ്ബീഹ് നമസ്കാരം. കാരണം വർഷത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം പ്രത്യേകിച്ച് 27-ാം രാവിലെ മാത്രം നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമായി നമ്മൾ മാറ്റി. എന്തിനെ? തസ്ബീഹ് നമസ്കാരത്തെ. പക്ഷെ അങ്ങനെയല്ല, എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റിയാൽ ഖൈറാൻ. അപ്പോൾ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ റക്അത്തുകളുടെ എണ്ണം, അതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, അതിൻ്റെ നിയ്യത്ത്, അതിൻ്റെ സൂറത്ത്, അതിൻ്റെ ഏത് ദിക്റാണ് പറയേണ്ടത്, എത്ര പ്രാവശ്യം വെച്ചാണ് ദിക്ർ പറയേണ്ടത്, അതുപോലെ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ ഇടയിൽ വുളു മുറിഞ്ഞാൽ വുളു എടുക്കാതെ നിസ്കാരം പൂർത്തിയാക്കാമോ, തുടങ്ങി ഒരുപാട് സംശയങ്ങൾ. പുരുഷന്മാർക്ക് മാത്രമുള്ള നിസ്കാരമല്ലേ, സ്ത്രീകൾ ഇത് നിസ്കരിക്കേണ്ടതുണ്ടോ തസ്ബീഹ് നമസ്കാരം എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ. എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി വിശദമായി പറഞ്ഞ ഒരു വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ ഈ യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക. തസ്ബീഹ് നമസ്കാരം ഇനി ഒരു സംശയവും വേണ്ട. ഈ വീഡിയോ കണ്ടു നോക്കൂ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.